ഓം ശാന്തി. ജോലി സ്വന്തമാക്കാൻ എങ്ങനെയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്? ഇരുന്ന് മെഡിറ്റേഷൻ മാത്രം ചെയ്തതുകൊണ്ട് ഒരാൾക്കും ഒരിക്കലും ഒരു ജോലിയും സ്വന്തമാക്കാൻ സാധിക്കില്ല, ഒന്നും നേടാൻ സാധിക്കില്ല. തീർച്ചയായും നിങ്ങൾ എന്താണോ ലക്ഷ്യം വെച്ച് പഠിക്കുന്നത്, ഏത് ജോലിയാണോ മുന്നിൽ കാണുന്നത്, ആ ജോലിയെ സ്വന്തമാക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ്, നോളേജ് തറോ സ്റ്റഡിയിലൂടെയും ട്രെയിനിങ്ങിലൂടെയും നിങ്ങൾ നേടിയെടുക്കാൻ വേണം. എല്ലാം പഠിച്ചിട്ടും ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടും സമയത്ത് വേണ്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, കാര്യങ്ങളെ മറന്നു പോവുക, പേടിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് നമ്മളുടെ എത്ര എഫിഷ്യൻസി ഉണ്ടോ ഉള്ള എഫിഷ്യൻസി പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ പറ്റാതെ വരിക, ഇങ്ങനെ ഒരുപാട് നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നോ അവിടെയാണ് നമുക്ക് മെഡിറ്റേഷൻ ഉപയോഗിക്കുക. ആദ്യത്തെ പടി നിങ്ങൾ നന്നായി പഠിക്കുക തന്നെ വേണം, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. രണ്ടാമത്തെ, നമ്മൾ പഠിച്ചു നേടിയ കാര്യങ്ങൾ ട്രെയിനിങ്ങിലൂടെ സ്വന്തമാക്കിയ കാര്യങ്ങളെ പ്രകടിപ്പിക്കുന്ന സമയത്ത് അതിനെ പെർഫെക്റ്റായി ചെയ്യാൻ നമുക്ക് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. മാത്രമല്ല, നന്നായി മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അതിലൂടെ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ എവിടെയൊക്കെ പഠിച്ചോ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതൊക്കെ ആ സമയത്ത് അറിയാതെ ഓർമ്മയിലേക്ക് ഒഴുകിയെത്താൻ. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഒരു വാസ്റ്റായ ഏരിയയിലുള്ള നോളേജാണ്. അപ്പോൾ അത്രയും അറിവിനെ ആഴത്തിൽ സാഗരം പോലെ പരന്നു കിടക്കുന്നൊരു ജ്ഞാനം, ആ അറിവ്, അതിൽ നിന്ന് എന്താ സെലക്ട് ചെയ്ത് പഠിക്കേണ്ടത് അത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ചില സമയത്ത് നമുക്കൊരു ഉൾവിളി കിട്ടും, ഇന്ന പോർഷൻ പഠിക്കാൻ നമുക്കൊരു ശക്തമായ തോന്നലുണ്ടാവും. അപ്പോൾ ആ തോന്നലനുസരിച്ച് നമ്മൾ ആ പുസ്തകം എടുത്ത് അല്ലെങ്കിൽ ആ ഭാഗങ്ങളെ റെഫർ ചെയ്യുമ്പോൾ അത് തന്നെ പരീക്ഷയ്ക്ക് വരും ചെയ്യും. ഇത്തരം ഉൾവിളി നമുക്ക് ലഭിക്കാൻ, അഥവാ നമ്മുടെ ഇൻസൈറ്റിലൂടെ നമ്മൾ ഏത് ഏരിയ നമ്മൾ പഠിക്കണം, എന്ത് ടച്ച് ആവണം, അല്ലെങ്കിൽ ഏതാണ് നമ്മൾ റെഫർ ചെയ്യേണ്ട ഭാഗം, അങ്ങനത്തെ ടച്ചിങ് കിട്ടാൻ അതിനും മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും. കാരണം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജീനെ ഹൈലി ചാർജ് ആക്കുകയാണ്. അപ്പോൾ ആ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി ഹൈലി ചാർജായി കഴിയുമ്പോൾ ആ പോസിറ്റീവ് എനർജിയുടെ ചാർജ് കാരണം തന്നെ പോസിറ്റിവിറ്റിയിലേക്ക്, നമ്മുടെ സക്സസ്സിലേക്ക് പോകുന്ന രീതിയിൽ നമ്മുടെ കർമ്മങ്ങളെ ഒരു ശക്തമായ ഉൾപ്രേരണ, ഒരു ഇൻസൈറ്റ് എന്ന പോലെ, ഒരു ഇൻഡ്യൂഷൻ എന്ന പോലെ, അത് ചെയ്തേ മതിയാവൂ, ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ശക്തമായ ഒരു പ്രേരണ നമുക്ക് ലഭിക്കും. അത് നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റിയുടെ ലക്ഷണമാണ്, അഥവാ ഈശ്വരൻ്റെ ഒരു ടച്ചിങ് ആണ്. അപ്പം മെഡിറ്റേഷനിൽ ഈശ്വരനുമായി നമുക്ക് ആ ടച്ചിങ് ഉണ്ടാവുമ്പോൾ ഇത്തരം സഹായങ്ങളൊക്കെ നമുക്ക് അനുഭവമാകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ടും ആ പഠിച്ചതിനെ കൂടുതൽ പെർഫോം ചെയ്യാനുള്ള കോൺഫിഡൻസ് വർദ്ധിക്കും. അതുപോലെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും ആ സമയത്ത് നിർഭയമായിരിക്കാനുള്ളൊരു മനസാന്നിധ്യം, മനഃശക്തി തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും അഭ്യാസത്തിലൂടെ നമുക്കത് ലഭിക്കും. ഇനി അഭ്യാസത്തിലൂടെ ലഭിച്ചാലും ചിലർക്കത് പെർഫോം ചെയ്യേണ്ട സമയം വരുമ്പോൾ വല്ലാത്തൊരു ഭയം അവരെ ആക്രമിക്കും. പക്ഷേ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഈശ്വരനുമായ ഒരു ഫ്രണ്ട്ഷിപ്പ്, അഥവാ നമ്മൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്താൽ അത്തരം സമയങ്ങളിലൊക്കെ നമുക്കൊരു ശാന്തമായ ഒരു മനസ്സും ഒരു ആത്മവിശ്വാസവും ഒരു ആത്മധൈര്യവും ഒക്കെ നമുക്ക് അനുഭവം സാധിക്കും. ഈ മെഡിറ്റേഷനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി രണ്ട് പ്രത്യേക സങ്കല്പങ്ങളെ, അതിനെ നമ്മൾ സ്വമാനം എന്ന് പറയും. ആ സ്വമാനത്തിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതിനുശേഷം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ മെഡിറ്റേഷനിലൂടെ നമുക്ക് ആ നേടാൻ പോകുന്ന കാര്യത്തിനെ ഈസി ആയിട്ട് സ്വന്തമാക്കാൻ സാധിക്കും. ശരിക്കും സ്വമാനം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മളുടെ കഴിവിനെ, സ്വാഭിമാനത്തിനെ, സെൽഫ് എസ്റ്റീമിനെ ഉണർത്തുന്ന രീതിയിലുള്ള സങ്കല്പങ്ങൾ, അതിനെയാണ് സ്വമാനം എന്ന് ബ്രഹ്മകുമാരിസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ സെൽഫ് എസ്റ്റീം ചാർജ് ചെയ്യുന്ന രണ്ട് തോട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാകുന്നു. രണ്ടാമത്തത്, സഫലതാമൂർത്തിയാകുന്നു. എപ്പോഴാണോ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ എന്ന തോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പം നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ശക്തികളുണ്ടോ ആ ശക്തികളൊക്കെ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ ആ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ട് സർവശക്തിവാൻ്റെ കുട്ടിയായ ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ് എന്ന് സ്ട്രോങ് ആയൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ടോട്ടലി ഒരു ഹൈ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ എനർജി നമ്മുടെ ഉള്ളിൽ സഞ്ചരിക്കും. അത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ശക്തികളെയും ആക്ടിവേറ്റ് ചെയ്യും. ഇനി ഉണർന്ന ശക്തികളെ കർമ്മത്തിൽ കൊണ്ടുവരുന്നതാണ് രണ്ടാമത്തെ തോട്ട്, ഞാൻ സഫലതാമൂർത്തിയാകുന്നു. അപ്പോൾ കർമ്മത്തിലേക്ക് നമ്മൾ ഉണർത്തിയ ശക്തികൾ എന്താണോ ആ ശക്തികൾ അതിനെ കർമ്മത്തിലേക്ക് കൊണ്ടുവന്നു. അതായത് ആ കർമ്മത്തിൽ ഉപയോഗിച്ച് നിങ്ങളത് നേടിയെടുത്തു. അതാണ് നമ്മുടെ രണ്ടാമത്തെ തോട്ട്, ഞാൻ സഫലതാമൂർത്തിയാകുന്നു. ഇത് ഉപയോഗിക്കേണ്ട സമയമുണ്ട്. അതിരാവിലെ ഉണർന്ന ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ട തോട്ടാണിത്. മെഡിറ്റേഷൻ ഇരിക്കുന്നതിനേക്കാൾ മുന്നേ ആദ്യം നിങ്ങൾ 7 പ്രാവശ്യം ഈ 2 തോട്ടും സ്ലോലി സ്വീകരിച്ചുകൊണ്ട് മനസ്സ് സ്വീകരിച്ച് ആവർത്തിച്ച് 7 പ്രാവശ്യം പറയണം.
ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാവാകുന്നു, സഫലതാമൂർത്തിയാകുന്നു. ഇങ്ങനെ ഈ 2 തോട്ടും 7 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം 1 മണിക്കൂർ പവർഫുള്ളായി മെഡിറ്റേഷൻ ചെയ്യണം. അപ്പം നിങ്ങൾ ആദ്യം 7 പ്രാവശ്യം ഈ സങ്കല്പം ക്രിയേറ്റ് ചെയ്തു, ആ സങ്കല്പത്തിനെ സ്ട്രോങ് ആക്കി. പിന്നെ 1 മണിക്കൂർ നിങ്ങൾ സ്ട്രോങ് ആയി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷൻ്റെ ശക്തി ഈ സങ്കല്പത്തിലേക്ക് ആവാഹിക്കപ്പെടും. ഈ സങ്കല്പത്തിന് പവർഫുള്ളായ എനർജി കിട്ടും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുമ്പോൾ, പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു എക്സാമിന് പോവുകയാണെങ്കിലും ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കും. ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ പരീക്ഷയ്ക്ക് വരാനിരിക്കുന്ന ഭാഗങ്ങൾ അറിയാതെ നമ്മൾ അതായിരിക്കും റെഫർ ചെയ്യുക, അതായിരിക്കും പഠിക്കുക. നമുക്ക് തോന്നും ഇന്ന ലെസൺ നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ ഇന്ന പോർഷൻ എനിക്ക് വായിക്കാം, അല്ലെങ്കിൽ ഇന്നതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ആഴത്തിൽ പഠിക്കണം. ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ടച്ചിങ് കിട്ടും. അതായത് അത് ഭഗവാന്റെ ടച്ചിങ് ആണ്. എപ്പോഴാണോ ഇത്രയും പോസിറ്റീവായൊരു തോട്ട്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വളരെ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒരു നല്ല ഉത്സാഹോന്മേഷം തരും. നിങ്ങളുടെ കർമ്മത്തിലേക്ക് ഉത്സാഹോന്മേഷമുള്ളവരാക്കിക്കൊണ്ട് നിങ്ങളെ ആക്റ്റീവായി പ്രവർത്തിക്കാൻ സഹായിക്കും. പക്ഷേ ഒരു പ്രിക്കോഷൻ, ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അയ്യോ എന്നെക്കൊണ്ട് പറ്റാവോ, ഞാൻ ജയിക്കാവോ, സാധിക്കാവോ, ഞാനൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ എനിക്കാവുമോ, ഈ ഒരു തോട്ട് നിങ്ങൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത്. എപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ അതുവരെ സമ്പാദിച്ച ആ ഊർജ്ജമൊക്കെ ചോർന്നു പോകും. നെഗറ്റീവ് തോട്ട് പെട്ടെന്നാണ് നമ്മുടെ ഊർജ്ജത്തെ ഫുൾ ഡിപ്ലീറ്റ് ചെയ്ത് കളയുക. അതുകൊണ്ട് ഇങ്ങനൊരു നെഗറ്റീവ് തോട്ട് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത്. ഒരിക്കൽ ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനെ സമർപ്പിച്ച് വിധി പ്രകാരം ഞാൻ പഠിക്കാൻ ആരംഭിച്ചാൽ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊരു വിഷൻ ടെക്നിക്ക് കൂടി ഉപയോഗിക്കണം. ഈ വിഷൻ ടെക്നിക്കും ഈ മെഡിറ്റേഷൻ്റെ പ്രാക്ടീസും 21 ദിവസം നിങ്ങൾ നിരന്തരമായി ചെയ്തിരിക്കണം. എന്താണ് വിഷൻ ടെക്നിക്ക്? നിങ്ങൾ ആ പരീക്ഷ എഴുതുന്നതായിട്ടും അല്ലെങ്കിൽ പരീക്ഷ എഴുതി പാസ് ഒരു ജോലിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് ആ ജോലിയുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിൽ കിട്ടിയിരിക്കുന്നു. സന്തോഷത്തോടെ ആ ഓർഡർ നിങ്ങൾ പൊട്ടിച്ച് വായിക്കുന്നു, ജോലിക്ക് പോകുന്നു, ഓഫീസിലെത്തുന്നു, വളരെ ഹാപ്പി ആയിരിക്കുന്നു, വീട്ടുകാരൊക്കെ സന്തോഷിക്കുന്നു, നിങ്ങളും വളരെ സന്തോഷിക്കുന്നു. അങ്ങനത്തെ ഒരു ഫീലിംഗ്, ആ ഒരു വിഷൻ നിങ്ങൾ കാണണം. എത്ര കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾ ആ വിഷൻ കാണുന്നു, നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ സംഭവിച്ചതായിട്ട് ഫീൽ ചെയ്യും. ആ കാര്യം നടന്നിരിക്കും. അത്രയും സ്ട്രോങ് ആയിട്ട് വിഷൻ കാണണം. മെഡിറ്റേഷൻ ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് ആദ്യം നിങ്ങൾ സ്വമാനം പ്രാക്ടീസ് ചെയ്യണം. അത് സ്വമാനം 7 പ്രാവശ്യം ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാ സഫലതാമൂർത്തിയാകുന്നു. ഈ 2 തോട്ട്സ് അത് 7 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം 1 hour പവർഫുൾ മെഡിറ്റേഷൻ. പിന്നെ വിഷൻ ടെക്നിക്ക്. ആ മെഡിറ്റേഷൻ കഴിഞ്ഞ വഴിക്ക് വിഷൻ ചെയ്യുമായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ നിങ്ങൾ ആ കാര്യം നേടിയതായിട്ടും ആ സന്തോഷ അനുഭവം ചെയ്തുകൊണ്ട് വ്യക്തമായിട്ട് നടന്നതുപോലുള്ള ഫീലിംഗ്, അതെപ്പോൾ ഓർമ്മ വരുമ്പോഴും അത് കിട്ടുമെന്നുള്ള ഭയമല്ല, മറിച്ച് കിട്ടിക്കഴിഞ്ഞ് ആനന്ദം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ. തീർച്ചയായും നിങ്ങൾക്ക് എത്ര ടഫായൊരു എക്സാം ആണെങ്കിലും എത്ര വലിയ പ്രതിയോഗിയാണെങ്കിലും അവരെ നിങ്ങൾക്ക് തോൽപ്പിക്കാനും നിങ്ങൾക്ക് ആ വിജയത്തിൽ എത്തിച്ചേരാനും സാധിക്കും. ഈ ടെക്നിക്ക് 21 ദിവസം പ്രയത്നിച്ചുകൊണ്ട് നിങ്ങൾ ഭാഗ്യം നേടിയെടുക്കുക. സന്തോഷത്തോടെ ജീവിതയാത്രയെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓം ശാന്തി. ഇനി സിസ്റ്റർ ഒരു പുതിയ മെഡിറ്റേഷൻ ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ വിവിധ രീതിയിൽ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്നുള്ള ഗൈഡഡ് മെഡിറ്റേഷൻ കമൻട്രി ഉണ്ടായിരിക്കും. കമൻട്രിയാണ് ചാനലിൽ ഉണ്ടാവുക. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ പോയി മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. നന്ദി.